ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഈ മാസത്തെ PNL നമ്മൾ നോക്കുകയാണ്. ഓൾറെഡി ഞാനൊരു 3 ലാക്കാണ് എൻ്റെ ട്രേഡിംഗ് ക്യാപിറ്റലാക്കിയിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഈ മാസത്തെ വൺ ഡേ പെർ വൺ ട്രേഡ് എന്ന് പറയുന്നൊരു ഇതാണ്. അതായത് പെർ ഡേ ഒരു ട്രേഡിൽ കൂടുതൽ ഞാൻ എടുക്കാറില്ല. മാക്സിമം ടാർഗറ്റ് ആയിരുന്നതാണ്. അപ്പോൾ എൻ്റെ ലിമിറ്റഡ് ടാർഗറ്റിൽ അടിച്ചാൽ ഞാൻ അന്നത്തെ ദിവസം നിർത്തും, അല്ലാത്ത ദിവസം പ്രോഫിറ്റ് എത്തണ വരെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഒരു 1:4 1:5 റിസ്ക് റിവാർഡിലാണ് മെയിനായിട്ടും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിഫ്റ്റിയിൽ മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഈ മാസത്തെ PNL നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഫ്രം ഡേറ്റ് 1 മെയ് 1 മെയ് ലാസ്റ്റിലേക്കുള്ള ലിങ്കാണ് ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. റിവ്യൂ എടുക്കാം. അപ്പം നിങ്ങൾക്ക് കാണാം, ഓൾമോസ്റ്റ് ഒരു 1.4 ലാക്കിൻ്റെ അടുത്താണ് നമ്മുടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. അത് ക്യാപിറ്റലിൻ്റെ ഓൾമോസ്റ്റ് ഒരു 40% എൻ്റെ അപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എനിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ്സ് അടിച്ച ദിവസങ്ങളും ഉണ്ട്, സൈമിൾട്ടേനിയസ് ഡേയ്സിലും ലോങ്ങസ്റ്റ് സ്ട്രീക്ക് ആയിട്ടുള്ള ദിവസങ്ങളും ഉണ്ട്, അല്ലാത്ത ദിവസങ്ങളും ഉണ്ട്. SL അടിച്ചപ്പോൾ SLൻ്റെ വാല്യൂസ് നോക്കി ഞങ്ങൾക്ക് കാണാം, ഒരു 9,000 അറൗണ്ട് ഒരു ലോസും പ്രോഫിറ്റ് വരുമ്പോൾ ഒരു 40,000 അറൗണ്ടും ഉണ്ട്. അപ്പോൾ അതൊരു 1:4 1:5 റിസ്ക് റിവാർഡിലാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രോഫിറ്റ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ മാസത്തെ പ്രോഫിറ്റ്. എല്ലാവർക്കും ഇതുപോലെയാണ് ട്രേഡിങ് വരുള്ളൂ. ഇപ്പോൾ ഈ മാസം ഇത്രയും പ്രോഫിറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അടുത്ത മാസം ഇത്രയും കിട്ടണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഇത് അടുത്ത മാസം ചെറിയൊരു പെർസെൻറ്റേജ് തീരും, ചിലപ്പോൾ വലിയ പെർസെൻറ്റേജ് കിട്ടുമെന്ന് നമുക്കറിയില്ല, ചിലപ്പോൾ ഒരു ലോസിലേക്കും പോകാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം എപ്പോഴും അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. അതിന് വേറെ ചേഞ്ചസ് ഇല്ലാണ്ട് കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും ഒരേപോലെ തന്നെ ഫോളോ ചെയ്യുക. അതിൽ പല കാര്യങ്ങൾ കുത്തിക്കയറ്റി അത് സിസ്റ്റത്തെ പൊട്ടിക്കരുത്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ട്രേഡർ ആവണം, അല്ലെങ്കിൽ ഫുൾ ടൈം ട്രേഡർ അല്ലെങ്കിൽ ഓപ്ഷൻ ബയർ ആവണം എന്ന് ചെയ്യുന്നവർ കൂടുതലും അങ്ങനെ ഫോക്കസ് ചെയ്താലായിരിക്കും നന്നാവുക. അല്ലാത്തവരും ഉണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ സിസ്റ്റം, ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സിസ്റ്റം ഞാനിങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് വേറെ അനാവശ്യമായൊന്നും അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല, കാരണം കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ. അപ്പോൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ഇനി അടുത്ത മാസത്തെ PNL ആകുമ്പോൾ നമുക്ക് നോക്കാം. ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഞാൻ എൻ്റെ PNL തുറന്ന് കാണിക്കുന്നതാണ്. അത് കാണിക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ആർക്കും പ്രോമിസ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതൊന്നും. അപ്പോൾ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമുക്ക് തുറന്ന് കാണിക്കാമെന്നാണ് ചെയ്യാൻ പറ്റുള്ളൂ. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു മാസത്തെ ലോസ് കൺട്രോൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും പ്രോഫിറ്റ് നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് എന്തായാലും കിട്ടുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ ആഴ്ച ഞാൻ ഉണ്ടാകും, അടുത്ത മാസം ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഉണ്ടാകും, രണ്ടാമത്തെ ആഴ്ച ഇത്ര ഉണ്ടാകും എന്ന് പറയുന്നത്, ഇത്ര ദിവസം ഇത്ര ഉണ്ടാകും എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പോസിബിലിറ്റി എന്ന് എനിക്ക് അത്ര അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മന്ത് അടുത്തതാവട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ മന്ത് ആവട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.